പ്രിയരെ, ഇത് നമ്മൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഭാവിയിലെങ്കിലും ആരെങ്കിലും ഒക്കെ ഇതിനെക്കുറിച്ച് ചിന്തിക്കും എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പ്രകൃതി ദുരന്തം, അതായത് വയനാട്ടിൽ നടന്ന ഈ പ്രകൃതി ദുരന്തം നമ്മൾ മനുഷ്യരായിട്ട് ഉണ്ടാക്കി വെച്ചതാണ്. ഇതിൽ വേറെ ആർക്കും ഇതിനൊരു ഇതുമില്ല. മനുഷ്യരായിട്ട് ഉണ്ടാക്കി വെച്ച പ്രകൃതി ദുരന്തമാണ്. മനുഷ്യൻ അവന്റെ ഭൗതിക ജീവിതത്തിന്, ഇന്നത്തെ സാഹചര്യങ്ങൾക്കത്ത് ജീവിക്കുന്നതിനും അതേപോലെ തന്നെ അവന്റെ ബിസിനസ്സുകൾ പടുക്കുന്നതിനും വേണ്ടി പ്രകൃതിയെ എത്രത്തോളം ദ്രോഹിച്ചിട്ടുണ്ടോ അതിന് കിട്ടുന്ന മറുവിധിയാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രകൃതിയെ നോപിക്കാതെ പല പ്രകൃതി സ്നേഹികളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പലരും നല്ല രീതിയിൽ പഠിച്ച് റിപ്പോർട്ടുകൾ, ഭാവിയിൽ എന്താവുമെന്നുള്ള റിപ്പോർട്ടുകൾ വരെ സമർപ്പിച്ചിട്ട് ഇതൊന്നും മനസ്സിലാക്കാതെ മാറി മാറി വരുന്ന ഗവൺമെന്റുകൾക്ക് കോടിക്കണക്കിന് രൂപ കൊടുത്ത് അവരെ സ്വാധീനിച്ച് മനുഷ്യന്റെ സുഖലോലുപങ്ങൾക്കും അവരുടെ ബിസിനസ് ആവശ്യങ്ങൾക്കും വേണ്ടി ഈ പണിതുയർത്തുന്ന ബിൽഡിങ്ങുകളും അതേപോലെ തന്നെ കോൺക്രീറ്റ് മാളികകളും, ഇത് പ്രകൃതിക്കൊരു നിശ്ചയമുണ്ട്, പ്രകൃതിക്കൊരു ഇതുണ്ട്. അതനുസരിച്ച് പ്രകൃതിയുടെ തീരുമാനം അനുസരിച്ച് മനുഷ്യൻ മാറിയാൽ മാത്രമേ ഇനി ഇതേപോലുള്ള മനുഷ്യ ജീവിതങ്ങൾ പൊലിയാതിരിക്കും നമ്മുടെ നാട്ടിൽ. കാരണം ഇത് പല തവണയായി, ഇതിനു മുമ്പ് പല പ്രകൃതി ദുരന്തങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇന്ന് ഈ നാട്ടിൽ പ്രകൃതി ദുരന്തം വന്നു കഴിഞ്ഞാൽ ബ്ലഡ് വരുന്നു, ആവശ്യമുള്ള സാധനങ്ങൾ വരുന്നു, കളക്ഷൻ പോയിന്റുകൾ വരുന്നു. പിന്നെ അതേപോലെ തന്നെ പിന്നെ പ്രകൃതി ദുരന്തം വന്ന പിന്നെ നമ്മുടെ നാട്ടിൽ ഇനി ഇല്ലാത്ത എല്ലാ സംവിധാനങ്ങളും ഉയരും. ഇന്ത്യൻ ആർമി വരുന്നു, KSEB വരുന്നു, അത് വരുന്നു, ഇത് വരുന്നു, എല്ലാ സംവിധാനങ്ങളും ഉയരും. അതിനൊന്നും ഒരു കുഴപ്പമില്ല. കാരണം പ്രകൃതി ദുരന്തം വന്ന നമ്മുടെ കേരളത്തിന് ഒത്തുനിന്ന് അതിനെ അതിജീവിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രകൃതി ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ ഇനിയും ഇങ്ങനെയുള്ള മരണങ്ങൾ, ഇനിയും ഇങ്ങനെയുള്ള പാവപ്പെട്ട സാധുവായിട്ടുള്ള കുടുംബങ്ങൾക്ക് ഒന്നും സംഭവിക്കാതെ, നമ്മളെ പോലുള്ള മനുഷ്യർക്ക് ഒന്നും സംഭവിക്കാതെ ഈ പ്രകൃതി ദുരന്തങ്ങളൊന്നും ഈ ഭൂമിയിൽ നിന്ന് അവസാനിക്കുന്ന രീതിയിൽ ഒരു പ്രകൃതിക്ക് ഇണങ്ങിയ രീതിയിൽ ഒരു കൺസെഷനും അതേപോലെ തന്നെ പഠിച്ച് നമ്മൾ മുന്നോട്ട് പോയില്ലെങ്കിൽ ഭാവി നമ്മൾക്ക് സമ്മാനിക്കുന്നത് ഇതിലും വലിയ ദുരന്തങ്ങളായിരിക്കും. ഇതുകൊണ്ട് നമ്മൾ പഠിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇതുകൊണ്ട് ആരും പഠിക്കില്ല. ചിലപ്പോ എന്റെ വീഡിയോ കാണുന്നവൻ പറയുക ഇവന് വട്ടാണ്, ഇവൻ എന്തെന്റെ സുഖേട് ഇങ്ങനെ ഇരുന്ന് വീഡിയോ ഇടാനായിട്ട് എന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം. ചിലർ പറയും റീച്ചിന് വേണ്ടി ഉണ്ടാക്കുന്നതെന്ന് പറയും. അതിലൊന്നും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ പറയാനുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയുക എന്നുള്ളതാണ് എൻ്റെ ഇത്. ഇന്ന് ഈ പ്രകൃതി ദുരന്തം ഇവിടെ ഉണ്ടായതിന് ഏറ്റവും വലിയ കാരണം നമ്മൾ പോലുള്ള മനുഷ്യരാണ്. മനുഷ്യരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കെട്ടിപ്പൊക്കുന്ന ബിൽഡിങ്ങുകളും അതേപോലെ തന്നെ അവനവന് ഉപജീവന മാർഗം നടത്തുവാൻ വേണ്ടി അവന്റെ സുഖലോലുപങ്ങൾക്ക് വേണ്ടി കെട്ടിപ്പൊക്കുന്ന വൻകിട ബിസിനസ്സുകളും, അതിനുവേണ്ടി മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് പൈസകൾ മറിച്ച് അവൻ ചെയ്യുന്ന ബിസിനസിന്റെ ഭാഗമായി സർക്കാരും ഇതിന് കൂട്ടുനിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഭാവിയിലല്ല നേരത്തെ മുതൽ പലപ്പോഴും ഉണ്ടായിരിക്കുന്നത്. ഇതിനെല്ലാം ഇരയാവുന്നത് ആ നാട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്. ഒരുപാട് പാവപ്പെട്ടവനും പണക്കാരനൊന്നും ഇല്ലാതെ ഒരുപാട് പേരാണ് ഈ പ്രകൃതി ദുരന്തങ്ങളിൽ നമുക്ക് നഷ്ടമായിരിക്കുന്നത്. ഒരുപാട് സാധാരണക്കാരാണ് നമുക്ക് സാധാരണക്കാരായ മനുഷ്യരെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. ഇനിയെങ്കിലും ഇതൊക്കെ ആവർത്തിക്കാതിരിക്കാൻ പ്രകൃതിക്കിണങ്ങിയ രീതിയിലുള്ള കൺസെപ്ഷനുകളായാലും, ഒരിക്കലൊരു പുഴ പറഞ്ഞു, ഞാൻ ഒഴുകുന്നിടത്ത് നീ വന്ന് ബിൽഡിങ്ങുകൾ പണിതാൽ നീ ഇരിക്കുന്നിടത്തൂടെ ഞാൻ ഒഴുകും എന്ന് പറഞ്ഞതുപോലെ പല കാര്യങ്ങളും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഉരുൾപൊട്ടലുകളും പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്ന ഈ മഹാവിപത്തുകളും ഇത് നമ്മൾ സാധാരണ പ്രളയം പോലെ അല്ല, പ്രളയത്തിനേക്കാളും ഭീകര കൂടിയതാണ് ഇത് സംഭവിക്കുന്നത്. ഇപ്പോഴും ഞാൻ പറയുന്നു, നമ്മളിൽ നിന്നുള്ള മനുഷ്യർ ചെയ്തു വച്ച കൊള്ളരുതായ്മയുടെ ഫലമാണ് മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ കണക്ക്
പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായാൽ അതിന് നേരിടാൻ സംവിധാനങ്ങളുണ്ട്. എന്താ പറയുക, ബ്ലഡ് കൊടുക്കാനായാലും ഫുഡ് കൊടുക്കാനായാലും കളക്ഷൻ പോയിന്റുകളായാലും പല കാര്യങ്ങൾക്കായാലും പെട്ടെന്ന് നമ്മുടെ രക്ഷിച്ചെടുക്കാനായാലും പല സംവിധാനങ്ങൾ നമുക്കുണ്ട്. പക്ഷേ ഈ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി, ഇനി ഇങ്ങനെ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായി മനുഷ്യ ജീവനുകൾ പൊലിയാതിരിക്കാൻ വേണ്ടി ഒരു സംവിധാനം നമ്മുടെ നാട്ടിലില്ല. ഇത് പ്രകൃതിയാണ്. പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ വരണം. ഇനിയെങ്കിലും ഇത് കണ്ട് പഠിക്കണം. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ ഇത് കണ്ട് മനുഷ്യൻ പഠിക്കണം. മനുഷ്യനെ മാത്രമേ എനിക്ക് കുറ്റപ്പെടുത്താനുള്ളൂ. അപ്പൊ ഇത് കണ്ട് മനുഷ്യര് തന്നെ പഠിക്കണമെന്നാണ് ഒരു അപേക്ഷയാണ്. ഇത് തള്ളിക്കളയുന്നവർക്ക് തള്ളിക്കളയാം, ഇല്ലാത്തവർക്ക് ഇത് എന്താ പറയുക, നിങ്ങൾക്ക് ഉൾക്കൊള്ളാം. അത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ.